ഹായ്. അപ്പോൾ നമുക്കിന്നൊരു സ്റ്റോറിയോട് കൂടി തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം അല്ലേ? ഇന്നത്തെ സ്റ്റോറി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പ എന്ന് പറയുമ്പോൾ കിഴങ്ങ് ഐറ്റംസുമായിട്ടുള്ള എൻ്റെ ആത്മബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു ആത്മബന്ധമാട്ടോ. എനിക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുമ്പോൾ ഇറച്ചി, മീൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേടിക്കുമ്പോൾ എനിക്ക് കപ്പ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കപ്പ വിട്ടൊരു കളി ഇവിടെ ഇല്ല. ഇവിടെ ഞങ്ങൾ മാത്രമല്ല കേട്ടോ, എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് എൻ്റെ വിചാരം. കപ്പയായിരിക്കും മെയിനായിട്ട്. അപ്പോൾ കപ്പ കഴിച്ച് വന്നു കഴിഞ്ഞപ്പം എനിക്ക് കാച്ചിൽ കഴിഞ്ഞാൽ ഭയങ്കര കൊതി. കാച്ചിൽ എന്ന് പറയുമ്പോഴാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നല്ല വയലറ്റ് ഷെയ്ഡായിട്ടുള്ള നല്ലൊരു കളർഫുള്ളായിട്ടുള്ള കിഴങ്ങായിട്ടത്. അപ്പോൾ അത് കഴിക്കാൻ ഭയങ്കര കൊതി. എങ്ങനെയാണ് എൻ്റെ ഒരു കൂട്ടുകാരി വിളിക്കും. അവളപ്പോൾ എന്നോട് പറയും എൻ്റെ സ്പെഷ്യൽ ചായക്ക് എന്നാന്നൊക്കെ ചോദിച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ പറയും കപ്പയാണ്. അപ്പോൾ ഇപ്പം എന്നോട് എന്തെങ്കിലും സംസാരിച്ച് വരുമ്പോഴത്തേക്ക് അവൾ പറയും കപ്പയില്ലേ, കപ്പ ഇട്ടൊരു കളിയില്ലല്ലേ, കാച്ചിലുണ്ടാക്കുമ്പോൾ നല്ല രസമായിട്ട് കാണാം. എനിക്ക് ആ കളറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇങ്ങനെയായിട്ട് ആ സാധനം ഇരിക്കുന്നത്. ഇതെന്നിട്ട് ഇങ്ങനെ പുറത്ത് ചിരണ്ടയൊക്കെ ആണെങ്കിൽ നല്ല വാഷ് ചെയ്തിട്ട് പുഴുങ്ങാൻ വെക്കണം. കപ്പയൊക്കെ ചെണ്ട പുഴുങ്ങണ പോലെ പുഴുങ്ങാൻ വെക്കണം. അപ്പോൾ ഞാൻ ഇത് ചിരണ്ടിയിട്ട് കാണിച്ചിട്ട് കേട്ടോ, എനിക്ക് ഈ കളർ ഉണ്ടോ, ഈ ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമല്ലേ? അപ്പോൾ ഞാൻ ഇതൊന്ന് ക്ലീൻ ആക്കിയിട്ട് ഇങ്ങനെ കാച്ചിൽ ഞാൻ ക്ലീൻ ആക്കി റെഡിയാണെന്നൊക്കെ. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പുറമെ വിശ്വസിച്ചതും അകത്ത് കണ്ടതും ചീറ്റിപ്പോയി. പുറമെ ഞാൻ കാണിച്ചതില്ല, ആ കളറായിരുന്നു. ഞാൻ അതിൻ്റെ അത് തന്നെയായിരിക്കും ഉള്ളിൽ നിന്ന്. പക്ഷെ ഞാൻ കഴിച്ചിട്ടുള്ളത് ഉള്ളിൽ നല്ല കളർഫുള്ളായിട്ടുള്ളതാട്ടോ. ഇത് കളറായിരുന്നു, ഒരു നീല ഒരു അടിപൊളി കളറൊക്കെ ആയിരുന്നു. പക്ഷേ ഇതവിടെ കിട്ടിയത് വൈറ്റായിപ്പോയി. പക്ഷെ ഞാൻ കാര്യം പറയട്ടെ, ഇടയ്ക്ക് ഇതിൻ്റെ അകത്ത് ആ കളർ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ കഴിച്ചിട്ടുള്ളത് നല്ല നല്ല കളറായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അത് വെച്ചാണ് പറഞ്ഞത്, സാരമില്ല. അപ്പം നല്ല സാരമില്ല. എന്നാലും ചമ്മി ഇനി നല്ല മീൻകറിയുണ്ട്, ഇതും കൂട്ടി കഴിച്ചോളാം. ചെറിയ ചൂടുണ്ട്. ആ ചാറിലേക്ക് ഇത് ചേർക്കണം. ചെറിയ കഷ്ണങ്ങളൊക്കെ എടുക്കുക, ഇതിൻ്റെ തൂക്കി വയ്ക്കുക. പുളി ഇത് ഞാൻ ഉണ്ടാക്കിയ മീൻകറി കേട്ടോ. എന്നാലും അടിപൊളിയാണ്. മുളക് കൂട്ടി കഴിക്കാൻ നല്ല രസമാണ്. പക്ഷേ ചിരി മുളക് മിക്സ് കഴിക്കാനുള്ള മടി കൊണ്ട് ഞാൻ തൽക്കാലം മീൻകറി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് മറക്കരുത് കേട്ടോ. പറ്റാ.